ഗുഡ് ന്യൂസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ ഈശോയുടെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. നമ്മൾ ഈ ദൈവവചന ശുശ്രൂഷയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇന്ന് വചന സന്ദേശത്തിലൂടെ ഇങ്ങനെ ചിന്തിക്കും. എങ്ങനെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാമെന്നാണ് നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം. പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാമെന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം സ്ഥാപിച്ച ഒരുപാട് അനുഗ്രഹ സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഭാരതീയ ചിന്തയുടെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ മാതാപിതാ ഗുരു ദൈവം, മാതാവും പിതാവും ഗുരുവൊക്കെ ദൈവസമാനമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ ഭാരതീയ തത്വചിന്തയിലെ ദൈവസമാനമായ സംവിധാനങ്ങൾ പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം സ്ഥാപിച്ച അനുഗ്രഹത്തിൻ്റെ വഴിയെക്കുറിച്ചാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ചിന്തിക്കുക. അതായത് ദൈവം സ്ഥാപിച്ച അനുഗ്രഹത്തിൻ്റെ ഒരു സംവിധാനമാണ് പുരോഹിതൻ്റെ അനുഗ്രഹം, പൗരോഹിത്യം. പൗരോഹിത്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പുരോഹിതൻ്റെ അനുഗ്രഹം എന്തുമാത്രം അനുഗ്രഹങ്ങളാണ്, ആശീർവാദം എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾക്ക് വന്നു ഭവിക്കുക എന്ന് നമ്മളിന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. പ്രധാനമായിട്ടും പുരോഹിതൻ ഒരുപക്ഷെ ബലഹീനനായിരിക്കാം, കുറവുള്ളവനായിരിക്കാം. ഏതെങ്കിലും പാപ സാഹചര്യങ്ങളൊക്കെ പുരോഹിതൻ്റെ മേൽ നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ പുരോഹിതൻ്റെ ആശീർവാദത്തിലൂടെ ദൈവമാണ് നമ്മെ അനുഗ്രഹിക്കുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ, പശ്ചാത്തലത്തിലൂടെ നമ്മളൊരു പുരോഹിതൻ്റെ ആശീർവാദം എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന് സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 27 വരെയുള്ള വചനങ്ങൾ നമ്മളിങ്ങനെ പഠിക്കുകയാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹ്റോൻ്റെ പുത്രന്മാരോട് പറയുക, നീ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നെ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കണം. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എങ്ങനെയാണെന്നറിയോ? പുരോഹിതന്മാരോട് ഇസ്രായേൽ മക്കളെ, ദൈവമക്കളെ അനുഗ്രഹിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ഓരോ പുരോഹിതൻ്റെ അനുഗ്രഹവും ഒരു വിശ്വാസിയുടെ ജീവിതങ്ങളിലേക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 22 മുതലേ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, നിന്നെ പരിപാലിക്കും. കർത്താവ് നിന്നെ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും കുറവുകളും പാപങ്ങളും ബലഹീനതകളൊക്കെ ഉണ്ട്. അപ്പോൾ കരുണയോടെ നിന്നെ കർത്താവ് കാൾക്കും. ഒരു പുരോഹിതൻ നിന്നെ അനുഗ്രഹിച്ചാൽ, ആശീർവദിച്ചാൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കരുണയോടെ നിന്നെ പരിപാലിക്കും. കർത്താവ് കരുണയോടെ വീക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇങ്ങനെ പറയുകയാണ്, ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കണം. ഇങ്ങനെ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കുക എന്ന് പറയുമ്പോൾ ഓർക്കണം, നിൻ്റെ ശരീരത്തിലെ, നിൻ്റെ ശിരസ്സിലെ ദൈവത്തിൻ്റെ നാമമുണ്ടാകണം. ദൈവത്തിൻ്റെ നാമമുണ്ടാകും. ഒരു സീല് പോലെ നമ്മൾ പറയുമ്പോൾ, നമ്മളെ കാണുമ്പോൾ ഈശോയുടെ ഒരു മുദ്ര പോലെ ഈശോയുടെ നാമം നിൻ്റെ മേലുണ്ടാകണം. അങ്ങനെ നിൻ്റെ മേൽ ആ നാമം ഉണ്ടാകുമ്പോൾ ആ നാമത്തിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതായത് പുരോഹിതൻ്റെ ആശീർവാദം, ദൈവത്തിൻ്റെ അനുഗ്രഹം. പുരോഹിതൻ ആശീർവദിക്കുമ്പോൾ ആ ആശീർവാദത്തിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോകും, എൻ്റെ ദൈവമേ, ഈ പുരോഹിതൻ കുറവുള്ളവനാണല്ലോ, ബലഹീനനാണല്ലോ, അല്ലെങ്കിൽ ഒരുപക്ഷെ പാപത്തിൻ്റെ ഏതെങ്കിലും മേഖലകളെക്കുറിച്ച് ചിന്തിച്ചവനാണല്ലോ. എന്നിട്ടും പുരോഹിതൻ്റെ ബലഹീനതകളൊന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നിലേക്ക് പ്രാപ്തമാക്കാൻ തടസ്സമാകുന്നില്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഈ ഒരു കാര്യം ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ പുരോഹിതരും ദൈവജനവും ഒരുമിച്ച് നിൽക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ സാത്താൻ നൽകുന്ന ഒരു കെണി എങ്ങനെയാണെന്നറിയോ? സാത്താൻ ദൈവമക്കൾക്ക് വെച്ചൊരു കെണി എങ്ങനെയാണെങ്കിൽ പുരോഹിതരെ ദൈവജനത്തിൽ നിന്ന് അകറ്റുക,
അങ്ങനെ ദൈവജനത്തിന് കിട്ടേണ്ട അനുഗ്രഹം കിട്ടാതെ പോകുന്ന ഒരു മേഖല നമ്മൾ പലപ്പോഴും കണ്ടെത്താറുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ സഭകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സഭയുടെ തകർച്ചയുടെ ആദ്യ മേഖലകളിൽ അവർ വളരെ ബോധപൂർവം ചെയ്ത ഒരു കാര്യം എങ്ങനെയാണെങ്കിൽ പുരോഹിതൻ്റെ ആശീർവാദം ദൈവജനത്തിന് കിട്ടാതെ നോക്കി. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പുരോഹിതരുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഊതിപ്പെരിപ്പിച്ച് കത്തിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പുരോഹിതരെക്കുറിച്ച് മോശമായി പറഞ്ഞ് പുരോഹിതൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനങ്ങളില്ലാത്ത രീതിയിൽ പുരോഹിതരെയും ദൈവജനത്തെയും അകറ്റുന്ന സാത്താൻ്റെ കെണി നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് നമ്മൾ പുരോഹിതർക്ക് കുറവുകളുണ്ടെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും ഒരുപക്ഷെ പാപസാഹചര്യങ്ങൾ കണ്ടെത്തിയാൽ പോലും പുരോഹിതർക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. നിരന്തരം പ്രാർത്ഥിച്ച് അവരോട് ചേർന്ന് നിന്ന്, കൗതാശികമായിട്ട് അവരോട് ചേർന്ന് നിന്ന്, ആത്മീയമായിട്ട് അവരോട് ചേർന്ന് നിന്ന് പുരോഹിതൻ്റെ ആശീർവാദം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവജനം അനുഗ്രഹം പ്രാപിക്കാനുള്ള വലിയ ഒരു കൃപ നമുക്ക് ലഭിക്കുമെന്ന് പറയുകയാണ്. വിശുദ്ധ ഗ്രന്ഥം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 105:15 നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, എൻ്റെ അഭിഷക്തരെ നിങ്ങൾ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് പറയുകയാണ്. ഈ വചനത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 105:15 ധ്യാനം ഇങ്ങനെയാണ്. കർത്താവ് ഇവിടെ പറയുന്നത് ഒരു ആജ്ഞയാണ്. ഇറ്റ് ഈസ് എ ഇൻസ്ട്രക്ഷൻ, ഒരു കൽപ്പനയാണ്. എൻ്റെ പുരോഹിതരെ നിങ്ങൾ തൊട്ടുപോകരുത്, അവർക്കൊരു ഉപദ്രവവും നിങ്ങൾ വരുത്തരുത്. എന്തുകൊണ്ടെന്നാൽ പുരോഹിതരെ ജനമധ്യേ അവഹേളിക്കാനോ അവരുടെ പാപ സാഹചര്യങ്ങളാണെങ്കിൽ പോലും അവരെ കുറ്റം വിധിക്കാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു ആത്മീയമായ സത്യം. ഈ സത്യത്തെ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ 2 വചനഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും. ഒന്നാമത്തെ ഭാഗം ഇങ്ങനെയാണ്, സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം. ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്നറിയോ? പുരോഹിതൻ തെറ്റ് ചെയ്തിട്ടും പുരോഹിതനെ ശിക്ഷിക്കാതെ വിടുന്ന ഒരു ദൈവത്തെ നമ്മളിവിടെ കാണും. ഈ 2 സംഭവങ്ങളിലും പുരോഹിതനൊരു വലിയ മാരകമായ പാപം ചെയ്തു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടും പുരോഹിതനെ ശിക്ഷിക്കാതെ വിടുന്ന ഒരു ദൈവത്തെ കാണും. ആ ദൈവത്തെ ഒന്ന് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം നമ്മളിങ്ങനെ പഠിക്കും, പുരോഹിതനായ അഹറോനും സഹോദരിയായ മിരിയാമും മോശയ്ക്കെതിരെ പിറുപിറുത്തു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മോശയ്ക്കെതിരെ നേതൃത്വത്തിനെതിരെ വെല്ലുവിളിച്ചു. ഒരു വിമത ഗ്രൂപ്പ് പോലെ മോശയ്ക്കെതിരെ പറഞ്ഞു. മോശയ്ക്കെതിരെ അവർ ഇങ്ങനെയാണ് പറഞ്ഞത്. സംഖ്യയുടെ പുസ്തകം 12:2 നമ്മളിങ്ങനെ വായിക്കും, കർത്താവേ, മോശ വഴി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, ദൈവം ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് മോശയുടെ സഹോദരനായ പുരോഹിതനായ അഹ്റോനും സഹോദരിയായ മിരിയാമും പറഞ്ഞു. എന്ന് വെച്ചാൽ നേതൃത്വത്തിന് എതിരെ ഒരു വെല്ലുവിളി. ഈ വെല്ലുവിളിയുടെ മുന്നിനെ ദൈവം അത് കണ്ടു. ദൈവം അവരെ സമാഗമന കൂടാരത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, മോശ ഞാൻ നിയമിച്ച പ്രവാചകനാണ്, നീ അവനെതിരെ സംസാരിക്കാൻ എന്തുകൊണ്ടാണ് ലജ്ജിക്കാഞ്ഞത്, എന്തുകൊണ്ടാണ് ഭയപ്പെടാഞ്ഞത് എന്ന് പറഞ്ഞേ അഹ്റോനും മിരിയാമും ഒരേ കുറ്റം ചെയ്തപ്പോൾ നമ്മളിങ്ങനെ ആ സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുകയാണ്, മിരിയാമിനെ ദൈവം ശിക്ഷിക്കുന്നു, മിരിയാമിന് കുഷ്ഠം സംഭവിക്കുന്നു. അതേസമയം അതേ പാപം ചെയ്ത പുരോഹിതനായ അഹ്റോനെ നമ്മളിവിടെ ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഉത്തരം പറയുന്നതിന് മുന്നേ മറ്റൊരു വേദഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതിങ്ങനെയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാമത്തെ അധ്യായം. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ ഇതുപോലെ തന്നെ പുരോഹിതനും ഒരു വലിയ പാപം ചെയ്തു, പക്ഷെ പുരോഹിതനെ ശിക്ഷിക്കുന്നില്ല. പുരോഹിതൻ്റെ ബന്ധപ്പെട്ട് മറ്റുള്ളവരെ വധിക്കുന്നതും ശിക്ഷിക്കുന്നതും നമ്മൾ ഈ ഭാഗത്ത് കാണുക. നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ് പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിലെ സീനായ് മലയിൽ നിന്ന് നിയമ കൽപ്പനകളുമായിട്ട് മോശ ഇറങ്ങി വരികയാണ്. മോശ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഇതാ 1-ാം പ്രമാണം ലംഘിക്കുന്ന, താഴ്വാരത്തിലെ 1-ാം പ്രമാണം ലംഘിച്ച ദൈവജനത്തെ കാണുകയാണ്. ദൈവജനത്തെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അതിൻ്റെ പ്രധാന നേതൃത്വ നിരയിൽ നിൽക്കുന്നത് വിഗ്രഹാരാധന, അതായത് കാളക്കുട്ടിയെ ആരാധിക്കാൻ ഇതിനെ സഹായിക്കുന്നത്, നേതൃത്വം നൽകുന്നത് ഈ പുരോഹിതനായ അഹ്റോനാണ്. അഹ്റോൻ്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ആരാധിച്ച് ദൈവജനം ഒരു ആഭാസ നൃത്തം നടത്തുമ്പോൾ മോശ അവരെ ശിക്ഷിക്കുന്നുണ്ട്. അതികഠിനമായ ശിക്ഷ നമ്മളിങ്ങനെയാണ് മനസ്സിലാകുന്നത്. ആ ശിക്ഷയിൽ 3000 പേരെ വധിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ
ഇതിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് നിന്നു എന്ന് പറയാവുന്ന പുരോഹിതനായ അഹറോനെ മോശ ശിക്ഷിക്കുന്നില്ല. അത്ഭുതപ്പെട്ടു പോകും. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊന്നൊന്ന് പഠിച്ച, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് നോക്കിയൊന്ന്, എന്തുകൊണ്ട് ഒരു മാരകപാപം, 1-ാം പ്രമാണ ലംഘനം പോലെയുള്ള മാരകപാപം ചെയ്തിട്ട് ഒരു പുരോഹിതനെ ദൈവം വെറുതെ വിട്ടു എന്നത് നമ്മുടെ ഒരു ചിന്താ വിഷയമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയാണ്: ദൈവജനത്തിൻ്റെ മുന്നിൽ എത്ര പാപം ചെയ്ത പുരോഹിതനെ പോലും നഗ്നനാക്കാനോ അവഹേളിക്കാനോ ഒരു ജനത്തിൻ്റെ മധ്യത്തിലെ പുരോഹിതനെ വിധിക്കാനോ ദൈവം തയ്യാറില്ല. ഈ ഒരു ആത്മീയ സത്യം മനസ്സിലാക്കിയാൽ നമ്മുടെ പുരോഹിതർക്ക് തെറ്റുപറ്റിയാലും അവരെ ജനമധ്യേ അവഹേളിക്കരുത്, നഗ്നനാക്കരുത്, സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യമില്ലാത്ത മേഖലകൾ പറയരുത് എന്ന് വിശുദ്ധ ഗ്രന്ഥം എൻ്റെ പ്രിയ മക്കളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എങ്ങനെ പ്രാപിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു. ഇങ്ങനെയാണ് മോശ പറഞ്ഞ പ്രകാരം 6:22 നമ്മളിങ്ങനെ സംഖ്യയുടെ പുസ്തകം 6:22 പഠിച്ചു. ദൈവം നിന്നെ സമാധാനത്തോടെ പരിപാലിക്കും, നിൻ്റെ ദൈവത്തിൻ്റെ നാമം നിൻ്റെ മുകളിലുണ്ടാവണം, ഈ നാമത്തിൻ്റെ മുകളിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. എങ്ങനെയാണ് ഈ നാമം നമ്മൾ സ്വീകരിക്കുക? ഈ നാമം നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ പ്രത്യേകത നമ്മൾക്കിങ്ങനെയാണ്: നീ കൂദാശകളിലൂടെ നിൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ്, ദൈവമേ ഞാൻ എൻ്റെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ്, നീ നിൻ്റെ യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ മുദ്ര, മറ്റൊരു ഭാഷയിൽ പറഞ്ഞ ഒരു സീല്, ഈ ഞാൻ ഈശോയുടേതാണ് എന്നൊരു സീല് നിൻ്റെ മുഖത്തുണ്ടാവണം, നിൻ്റെ ശിരസിലുണ്ടാകണം. ഒരുപക്ഷെ ഈ സീല് കണ്ട്, മുദ്ര കണ്ട്, നിൻ്റെ പ്രാർത്ഥനയുടെ മേഖല കണ്ട് മറ്റുള്ളവർ ഒരുപക്ഷെ നിന്നെ കളിയാക്കിയിരിക്കാം. പക്ഷെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. നിൻ്റെ പ്രതിസന്ധികളിൽ പുരോഹിതൻ്റെ ആശീർവാദം സ്വീകരിച്ച് നിനക്ക് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും. അതുകൊണ്ട് പുരോഹിതനെ ചേർത്ത് പിടിച്ച്, പുരോഹിതൻ്റെ കുറവ് കാണുമ്പോൾ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായവും പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായവും നമ്മളെ പഠിപ്പിക്കുന്നത്, പുരോഹിതൻ മാരക പാപത്തിൽ പെട്ടാൽ ഒരുപക്ഷെ നമ്മളിങ്ങനെ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ പുരോഹിതനെ എല്ലാ പാപവും ചെയ്യാമോ? ദൈവം തീർച്ചയായിട്ടും പുരോഹിതനെ ശിക്ഷിക്കും. അത് ദൈവമാണ് ശിക്ഷിക്കുന്നത്, ദൈവജനമല്ല, ഞാനും നിങ്ങളുമല്ല എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ഒരുപക്ഷെ പുരോഹിതൻ്റെ ഉത്തരവാദിത്വത്തെ കണക്കെടുത്ത് കൂടുതൽ ശക്തമായൊരു ശിക്ഷാവധി ദൈവത്തിൽ നിന്ന് പുരോഹിതൻ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പുരോഹിതരെ സമൂഹമധ്യേ അവഹേളിക്കാതെയും സാത്താൻ്റെ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പൗരോഹിത്യത്തോട് ചേർന്ന് നിന്ന് പുരോഹിതൻ്റെ ആശീർവാദങ്ങൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്താൻ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കും എന്നുള്ളത് ഒരു ആത്മീയ സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ സംവിധാനങ്ങളായ പൗരോഹിത്യത്തെ നമ്മൾ ചേർത്ത് പിടിക്കണം. നമ്മുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ, നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുട്ടികൾക്കോ മാതാപിതാക്കന്മാർക്കോ സഹോദരന്മാർക്കോ ഒരു തെറ്റുപറ്റി എന്നിരിക്കട്ടെ, നമ്മൾ എന്തു ചെയ്യും? സമൂഹമധ്യേ അവരെ അവഹേളിക്കുമോ, നഗ്നരാക്കുമോ? ഇല്ലല്ലോ. അതുപോലെ പുരോഹിതർക്ക് ആർക്കെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ നമ്മളവരെ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? നീ അനുഗ്രഹം പ്രാപിക്കാനുള്ള പുരോഹിതൻ ഒരുപക്ഷെ ആ പുരോഹിതനായിരിക്കാം. ഒരു പുരോഹിതൻ്റെ കാര്യം പറഞ്ഞ് ഒരുപാട് പുരോഹിത വൃന്ദങ്ങളെ അവഹേളിച്ച് പൗരോഹിത്യത്തിൽ നിന്ന് ദൈവജനത്തെ അകറ്റുന്ന തന്ത്രം, പിശാചിൻ്റെ തന്ത്രം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവജനത്തിന് എപ്പോഴും പൗരോഹിത്യത്തിൻ്റെ വലിയ കൃപ നമുക്ക് നൽകുമ്പോൾ, സങ്കീർത്തനങ്ങൾ 105:15 നമ്മൾ പഠിച്ചതാണ്, എൻ്റെ പുരോഹിതരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും നിങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് നമ്മൾക്ക് പുരോഹിതന്മാർക്കും സന്യസ്തർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കണം, ദൈവമേ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കാൻ സാധിക്കുമെന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ഭാഗത്ത് പുരോഹിതർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ, മറുഭാഗത്ത് പുരോഹിതരുടെ ആശീർവാദത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ ക്ഷണിച്ച് സ്വീകരിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം
മനസ്സിലാകും. ഓരോ പരിശുദ്ധ ബലിയിലും അനേക തവണ ഓരോ പുരോഹിതനും നമ്മളെ ആശീർവദിക്കുന്നുണ്ട്. ഈ ആശീർവാദങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ദൈവമേ, എൻ്റെ ഈ ബലഹീനതകളിലേക്ക്, എൻ്റെ ഈ ആസക്തികളിലേക്ക്, എൻ്റെ ഈ കുറവുകളിലേക്ക് ഈ പുരോഹിതൻ്റെ ആശീർവാദം ഞാൻ സ്വീകരിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പുരോഹിതൻ്റെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരും എന്നതൊരു സത്യമാണ്. പലപ്പോഴും ഈ സത്യം എല്ലാവർക്കും അറിയാമായെങ്കിലും ഒരു അറിവിൻ്റെ തലത്തിൽ, അനുഭവത്തിൻ്റെ തലത്തിൽ പലപ്പോഴും നമുക്കത് അനുഭവിക്കാൻ പറ്റാതെ പോകുന്നു. നമ്മളിങ്ങനെ പഠിക്കും, മാർക്കോസിൻ്റെ സുവിശേഷം 12:24 ഇങ്ങനെയാണ്: വിശുദ്ധ ഗ്രന്ഥങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. പലപ്പോഴും പുരോഹിതരെ നമ്മൾ വേറൊരു രീതിയിൽ കാണുകയും അവരെ വേറൊരു രീതിയിൽ അവഹേളിക്കുകയും അല്ലെങ്കിൽ തെറ്റ് കണ്ടാൽ ഊതിപ്പെരിപ്പിച്ച് പറയുകയും ഒക്കെ പറയുമ്പോൾ മാർക്കോസ് സുവിശേഷം നമ്മളോട് പറയുകയാണ്: വിശുദ്ധ ഗ്രന്ഥമോ ദൈവത്തിൻ്റെ ശക്തിയോ നിനക്ക് അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. മാർക്കോസ് സുവിശേഷകൻ പറഞ്ഞ ഇതേ വചനം തന്നെ മത്തായി സുവിശേഷകൻ 22:29 പറയും: വിശുദ്ധ ഗ്രന്ഥങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത് തെറ്റുപറ്റുന്നത്. ഒരു ഭാഗത്ത് മാർക്കോസ് സുവിശേഷൻ പറയാണ്: അറിവില്ല നിങ്ങൾക്ക്, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അറിവില്ല. ഒരു പുരോഹിതനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒരു പുരോഹിതന് കുറവ് പറ്റിയാൽ അവനെ എങ്ങനെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തണം, ഒരു പുരോഹിതൻ്റെ ഏതെങ്കിലും കുറവിൽ ചേർത്ത് പിടിച്ച് സഭയോട് ചേർന്ന് നിന്ന് അതുപോലെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് അറിവില്ലാതെ പോയെങ്കിലേ, എൻ്റെ ഗുഡ്നസ് ടിവിയുടെ എൻ്റെ പ്രിയ പ്രേക്ഷകരെ, ഇന്നു മുതൽ പൗരോഹിത്യത്തോട് ചേർന്ന് നിൽക്കണം. ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കുറവുകളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പുരോഹിതർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. നിരന്തരം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ശക്തിയിലെ, ദൈവത്തിൻ്റെ കൃപയിൽ സ്വീകരിച്ചുകൊണ്ട് പുരോഹിതരെ ചേർത്ത് പിടിക്കുകയും അവരുടെ അനുഗ്രഹങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. എന്നെ കേൾക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് ഈ കാര്യം കേൾക്കുമ്പോൾ പുരോഹിതൻ്റെ അനുഗ്രഹത്തിലൂടെ നമുക്ക് എന്തുമാത്രം, ആശീർവാദത്തിലൂടെ എന്തുമാത്രം ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് നമ്മളെ കർത്താവ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു സ്രോതസ്സാണ് പൗരോഹിത്യം, പുരോഹിതൻ്റെ ആശീർവാദമെന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവത്തിൻ്റെ പുരോഹിതൻ ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ജീവിതാനുഭവം ഇങ്ങനെ പറയും. ഇങ്ങനെയാണെന്നറിയോ, ഞാൻ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എനിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരോഹിത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ കുറവുകളെല്ലാം ദൈവ സമക്ഷം സമർപ്പിച്ച് സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ബോധ്യം കിട്ടിയപ്പോൾ എനിക്ക് നൽകിയ ഒരു ബോധ്യം എങ്ങനെയാണെന്നറിയോ, ഒരു ദേവാലയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കോൺവെൻറ്റിൻ്റെയോ പുറത്ത് ഒരു പുരോഹിതനെയോ ഒരു സന്യാസിയെയോ ഒരു സന്യസ്തനെയോ ഞാൻ കണ്ടാൽ ഞാൻ ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ആ പുരോഹിതന് വേണ്ടി കാഴ്ചവെക്കും. ഒരുപക്ഷെ ദൈവമേ, ഈ കാഴ്ചവെപ്പിലൂടെ ലോകത്തിലുള്ള എല്ലാ സന്യസ്തരും പുരോഹിതരും അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ആ പുരോഹിതനെ കാഴ്ചവെക്കും. എന്തുമാത്രം അനുഗ്രഹങ്ങൾ! ഇങ്ങനെ ഒരു ബോധ്യം കിട്ടിയതിന് ശേഷം എന്തുമാത്രം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഒരു ജീവിത സാക്ഷ്യമാണ്. നിങ്ങൾ പുരോഹിതർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഇപ്പം പറ്റുവാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ദേവാലയത്തിൻ്റെ പുറത്ത്, ദേവാലയത്തിൽ എപ്പോഴും നമ്മൾ അച്ഛന്മാരെ പുരോഹിതരെ നമ്മൾ കണ്ടുവന്നിരിക്കും. പക്ഷെ ദേവാലയത്തിൻ്റെ പുറത്ത് ഒരു പുരോഹിതനെയോ സന്യസ്തനെയോ കണ്ടാൽ ഒരു നന്മ നിറഞ്ഞ മറിയമേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കർത്താവിൻ്റെ പ്രാർത്ഥന, ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലി അവരെ ദൈവത്തിനൊന്ന് സമർപ്പിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, തലമുറകളിലേക്ക് അനുഗ്രഹം കടന്നു വരുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒരുപക്ഷെ ഗുഡ്നസ് ടിവിയുടെ ഈ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതൊരു അനുഗ്രഹത്തിൻ്റെ കാരണമാണ്. പൗരോഹിത്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഒരു അടയാളം കൂടെയാണ്. ഞാൻ എൻ്റെ മറ്റൊരു ജീവിതാനുഭവം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വചനവേദി അവസാനിപ്പിക്കും. അതിങ്ങനെയാണ്: പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വഴി എന്തുമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കാം എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച എൻ്റെ തന്നെ ജീവിതമാണ്. എൻ്റെ തന്നെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയോ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അറിയില്ലായിരിക്കാം, നിങ്ങൾക്കൊരു പക്ഷേ അത് കാണാൻ കഴിയില്ലായിരിക്കാം. ഞാൻ പിറന്നു വീണത്, ഞാൻ സംസാരിക്കുന്ന സമയം മുതലേ കടുത്ത വിക്കനായിരുന്നു. സ്റ്റാമറിങ് ആൻഡ് ഷട്ടറിങ്. ഒരുപാട് നിരാശയിലൂടെയും സങ്കടത്തിലൂടെയും വിക്കിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ
കടന്നു പോയപ്പോൾ യേശുവിനെ അറിഞ്ഞ വർഷങ്ങൾക്ക് മുന്നേ ഒരു കുടുംബ പ്രാർത്ഥനയിൽ ഞാനും ഭാര്യയും ഒക്കെ എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ചിരുന്നൊരു പ്രാർത്ഥനയിൽ ദൈവം ഞങ്ങൾക്കൊരു സന്ദേശം നൽകി. എന്താണെന്നറിയോ? നിങ്ങൾ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ ആശീർവാദങ്ങൾ സ്വീകരിക്കണം, അവരുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കണം. അതുവഴി ആന്തരിക സൗഖ്യവും ഈ മേഖലയിൽ, സംസാരത്തിൻ്റെ മേഖലയിലുള്ള സൗഖ്യവും കിട്ടുമെന്ന്. അങ്ങനെ ഞാനത് ആദ്യം അങ്ങനെ ഒരു സന്ദേശം കിട്ടിയപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ശരിയായ സന്ദേശം ആയിരിക്കില്ല എന്നൊക്കെ സംശയിച്ചിട്ടുണ്ട്. പിൻകാലങ്ങളിൽ പുരോഹിതരുടെ ആശീർവാദത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. ഓരോ പരിശുദ്ധ ബലിയും പുരോഹിതൻ കുരിശ് പിടിച്ചുകൊണ്ട് നിങ്ങൾ ആശീർവദിക്കുമ്പോൾ, ദൈവമേ എനിക്ക് ആന്തരിക സൗഖ്യമില്ലാത്ത ഈ മേഖലയിലേക്ക്, എൻ്റെ രോഗമേഖലകളിലേക്ക് ഈ ആശീർവാദം കടന്നു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. പിന്നീട് ഒരു പുരോഹിതനെ കണ്ട് സംസാരിച്ച് ഒരു ആശീർവാദം മേടിക്കാനുള്ള ഒരവസരം പോലും നഷ്ടപ്പെടുത്താതെ പുരോഹിതരുടെ ആശീർവാദം അനുഗ്രഹമായി മാറി. എന്നെ കേൾക്കുന്ന ഗുഡ്നസ് ടിവിയുടെ പ്രിയ മക്കളെ, പുരോഹിതരുടെ ആശീർവാദം നിൻ്റെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ മാറും. പുരോഹിതരുടെ ആശീർവാദം നിൻ്റെ കുടുംബത്തെ അനുഗ്രഹമാക്കും. ഒരു പുരോഹിതൻ മനസ്സറിഞ്ഞ് നിന്നെ അനുഗ്രഹിച്ചാൽ ആത്മീകവും ഭൗതികവും എല്ലാ സമസ്ത മേഖലകളിലും നീ അനുഗ്രഹം പ്രാപിക്കും. കൂദാശകളോട് ചേർന്ന് നിൽക്കാനും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ നിറയാനും നിങ്ങൾക്ക് സാധിക്കും. പുരോഹിതരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരിലൂടെ അനുഗ്രഹം പ്രാപിച്ച് നിങ്ങളെല്ലാവർക്കും ഈ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.